സ്മാർട്ട് ലേണിംഗ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സംഖ്യകളുടെ ലഘൂകരണം എന്ന ടോപ്പിക്കിലെ നല്ല രണ്ട് ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. 0.2 ദ ഹോൾ റൈസ് ടു 4 ഗുണം 0.27 ദ ഹോൾ ഡിവൈഡഡ് ബൈ 0.03 ദ ഹോൾ ക്യൂബ്. ഓക്കെ അല്ലേ? ഈക്വൽ ടു ഇവിടെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ 0.2 ഹോൾ റൈസ് ടു 4 ഇവിടെ 0.2 നമുക്ക് 2 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതി കൂടാ. 2 ഡിവൈഡഡ് ബൈ 10 തന്നെയല്ലേ 0.2. അങ്ങനെയാണെങ്കിൽ 0.2 ദ ഹോൾ റൈസ് ടു 4 നമുക്ക് 2/10 ദ ഹോൾ റൈസ് ടു 4 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഗുണം 0.27 നമുക്ക് 27 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതി കൂടെ എഴുതാം. 27 ഡിവൈഡഡ് ബൈ 100 തന്നെയാണ് 0.27 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദ ഹോൾ ഡിവൈഡഡ് ബൈ 0.03 ദ ഹോൾ ക്യൂബ്. ഇവിടെ 0.03 നമുക്ക് 3 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതി കൂടെ എഴുതാം. 3 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 0.03 ദ ഹോൾ ക്യൂബ് 3/100 ദ ഹോൾ ക്യൂബ് ആയിരിക്കത്തില്ലേ? ആയിരിക്കും. ഓക്കെ അല്ലേ? ഇവിടെ ഈക്വൽ ടു ഇവിടെ നോക്കി 2/10 ദ ഹോൾ റൈസ് ടു 4. അതായത് ഈ പവറിൽ കിടക്കുന്ന ഈ 4 എന്ന് പറയുന്നത് ഈ 2-നും ബാധകമാണ്, 10-നും ബാധകമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പവർ 2-നും ബാധകമാണ്, 10-നും ബാധകമാണ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ മാറും? 2/4 ഡിവൈഡഡ് ബൈ 10/4 ഗുണം 27 ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ ഡിവൈഡഡ് ബൈ. അതുപോലെ തന്നെ ഇവിടെ താഴെയും ഈ ക്യൂബ് 3-നും ബാധകമാണ്, അതുപോലെ തന്നെ 100-നും ബാധകമാണ്. അതെങ്ങനെ മാറും? 3-ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 100-ന്റെ ക്യൂബ്. ഓക്കെ അല്ലേ? ഈക്വൽ ടു ഇവിടെ 2/4 2/4 എത്രയാണ്? 2/4 എന്ന് പറയുന്നത് 2 × 2, അതായത് 2-ന്റെ സ്ക്വയർ 4 ആണ്. 4 × 2 8 ആണ്. 8 × 2 16. അപ്പോൾ 2/4 എന്ന് പറയുന്നത് 16 ഡിവൈഡഡ് ബൈ ഇവിടെ 10/4 എത്രയാണ്? 10-ന്റെ സ്ക്വയർ 100. 100 × 10 1000. 1000 × 10 10000. അപ്പോൾ 10/4 നമുക്ക് 10000 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇൻറ്റു ഇവിടെ 27 ഡിവൈഡഡ് ബൈ 100 ഇവിടെ ഉണ്ട്. 27 ഡിവൈഡഡ് ബൈ 100. 27 ഡിവൈഡഡ് ബൈ 1000 അല്ല, 27 ഡിവൈഡഡ് ബൈ 100. ഇവിടെ നോക്കി 3-ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 100-ന്റെ ക്യൂബ്. ഇവിടെ ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഛേദത്തിൽ കിടക്കുന്ന ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് മേളിൽ ഗുണിച്ചാൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3-ന്റെ ക്യൂബ് ഡിവൈഡ് ബൈ 100-ന്റെ ക്യൂബ് അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാവും? 100-ന്റെ ക്യൂബ് ഡിവൈഡ് ബൈ 3-ന്റെ ക്യൂബ് എന്നാവും. ഇവിടെ 100-ന്റെ ക്യൂബിനെ നമുക്ക് 100 ഗുണം 100 ഗുണം 100 എന്ന് എഴുതി കൂടെ. 100-ന്റെ ക്യൂബിനെ 100 ഗുണം 100 എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ 3-ന്റെ ക്യൂബ്. ഓക്കെ അല്ലേ? ഇടയിൽ എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. അതായത് ഇവിടെ ഛേദത്തിലാണ് 3-ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 100-ന്റെ ക്യൂബ് കിടക്കുന്നത്. അപ്പോൾ ഛേദത്തിലൊരു ഭിന്നസംഖ്യ കിടന്നാൽ അതിനെ മേളിലത്തെ സംഖ്യയുടെ ഇതിൻ്റെ വിൽക്രമം കൊണ്ട് മേളിലത്തെ സംഖ്യ ഗുണിക്കണമെന്നാണ്. അപ്പോൾ വിൽക്രമാകുമ്പോൾ 100-ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 3-ന്റെ ക്യൂബ് ആവും. 100-ന്റെ ക്യൂബ് എന്ന് പറയുന്നതിന് നമുക്ക് 100 × 100 × 100 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? 3-ന്റെ ക്യൂബിൻ്റെ വാല്യൂ എത്രയാണ്? 3-ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. ഈക്വൽ ടു ഇനി നമുക്ക് എല്ലാം വെട്ടാലോടാ. ദാ ഈ 27 അങ്ങ് വെട്ടാം. ദാ ഈ ഒരു 100 അങ്ങ് വെട്ടിക്കൂടെ. ദാ ഇവിടെ 1 2 3 4 പൂജ്യം ഉണ്ട്. ദാ ഇവിടെ 2 100 ഇല്ലേടാ. അപ്പോൾ ദാ ഈ 2 0 ഈ 4 0 അങ്ങ് വെട്ടാം. ബാക്കി എന്തുണ്ട്? 16 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 16. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കി. 1/7 ഡിവൈഡഡ് ബൈ 1/7 ഓഫ് 1/7 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1/7 ഓഫ് 1/7 ഡിവൈഡഡ് ബൈ 1/7. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. നല്ല കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ബോഡ് മാസ് റൂൾ ഉപയോഗിച്ച് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ബോഡ് മാസ് റൂൾ എല്ലാവർക്കും അറിയാമല്ലോ. BODMAS. ഓക്കെ അല്ലേ? B എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, O എന്ന് പറഞ്ഞാൽ ഓഫ്, D ഡിവിഷൻ ആണ്, M മൾട്ടിപ്ലിക്കേഷൻ, A അഡിഷൻ, S സബ്സ്ട്രാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഈ കണക്ക് ചെയ്യാൻ. ഓക്കെ അല്ലേ? ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല. അതിനുശേഷം ഓഫ് ഉണ്ടോ നോക്കുക. ഇവിടെ ഓഫ് ഇല്ലേ? അപ്പോൾ നമ്മൾ ഓഫ് വേണം ആദ്യം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ചെയ്യാം. 1/7 ഡിവൈഡഡ് ബൈ ഈ 1/7 ഇവിടെ ഓഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗുണം എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 1/7 ഗുണം 1/7 ഇവിടെ രണ്ട് ഭിന്നസംഖ്യകളെ ഗുണിക്കാൻ എന്ത് ചെയ്താൽ മതി? അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായിട്ടും ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായിട്ടും എഴുതിയാൽ മതി. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 7 ഗുണം 7 എന്താണ്? 49 ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കി 1/7 ഓഫ് 1/7 വീണ്ടും ഇവിടെ ഗുണനമാണ്. അപ്പോൾ ഗുണിക്കുമ്പോൾ വീണ്ടും ഇവിടെ 1/49 ഡിവൈഡഡ് ബൈ 1/7. ഓക്കെ അല്ലേ? ഈക്വൽ ടു ഞാൻ പറഞ്ഞു രണ്ട് ഭിന്നസംഖ്യകളെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ആദ്യത്തെ ഭിന്നസംഖ്യയെ ഗുണിച്ചാൽ മതി. ഇവിടെ 1/7 ഡിവൈഡഡ് ബൈ 1/49 എന്നല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ മാറും? 1/7 ഇൻറ്റു 49 ഡിവൈഡഡ് ബൈ 1 എന്നാവും. അതുപോലെ തന്നെ ഛേദത്തിൽ നോക്കിയേ 1/49 ഡിവൈഡഡ് ബൈ 1/7 അല്ലേ. അതെങ്ങനെ മാറും? 1/49 ഗുണം 7/1 എന്നാവും. ഈക്വൽ ടു എടാ ഈ 7 ഈ 49 വെട്ടാലോ. ബാക്കി എന്തുണ്ട്? 7 ഉണ്ട്. എന്താ ഈ 49 ഈ 7 വെട്ടാലോ. ഇവിടെ എന്തുണ്ട്? 7 ഉണ്ട്. ബാക്കി എന്തുണ്ട്? അംശത്തിലൊരു 7 ഉണ്ട് ഡിവൈഡഡ് ബൈ ഛേദത്തിലൊരു 1/7 ഉണ്ട്.
ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 1/7. വീണ്ടും ഒരു ഭിന്നസംഖ്യ കൊണ്ടാണ് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യേണ്ടത്. എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് മേലിൽ ഗുണിച്ചാൽ മതി. അപ്പോൾ 7 ഗുണം 7/1 ഈക്വൽ ടു 7 ഗുണം 7 എത്രയാണ്? 49 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ.